മലയാളികളുടെ അഭിമാനം പി ആർ ശ്രീജേഷ് അന്താരാഷ്ട്ര ഹോക്കിയിൽ നിന്ന് വിരമിച്ചു. 2ാം ഒളിമ്പിക് മെഡലോടെയാണ് ശ്രീജേഷിന്റെ പടിയിറക്കം. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഗോൾ കീപ്പറായ ശ്രീജേഷ് ഇതിഹാസ നിരയിലേക്ക് ഉയർന്നാണ് കളി മതിയാക്കിയത്. മലയാളത്തിന്റെ മുഖശ്രീ ഇന്ത്യയുടെ ഇതിഹാസമായപ്പോൾ അസാധ്യമെന്ന് തോന്നിയിരുന്ന നേട്ടങ്ങൾ പിന്നാലെയെത്തി. ഹോക്കിയുടെ വേരോട്ടം നന്നേ കുറഞ്ഞൊരു നാട്ടിൽ നിന്ന് തുടങ്ങിയ യാത്രയിൽ പോരാടാനുള്ള മനസ്സും കീഴടങ്ങാത്ത നിശ്ചയദാർഢ്യവും മാത്രമായിരുന്നു കൈമുതൽ. പി ആർ ശ്രീജേഷ്, നീ ഞങ്ങളുടെ അഭിമാനമാണ്, അഹങ്കാരമാണ്. തോൽക്കുമെന്ന് പറഞ്ഞ അനേക മത്സരങ്ങളിൽ 1000 കൈകളുമായി പറന്നു നടന്നവൻ. തോൽക്കാൻ മനസ്സില്ലാതെ പലപ്പോഴും ഒറ്റയ്ക്ക് വിജയം വെട്ടിപ്പിടിച്ചവൻ. സമ്മർദ്ദം എന്തെന്നറിയാതെ അത് എതിരാളികളിൽ നിറയ്ക്കും. അതിവേഗത്തിൽ വരുന്ന പന്തുകളെ അസാധ്യമെന്ന് തോന്നും വിധം വരുതിയിലാക്കും. അതാണ് ശീലം. ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളി ഇതാ മെഡൽ നേട്ടം 2ആക്കി ഉയർത്തുന്നു. പ്രതാപകാലം നിഴലിൽ മറഞ്ഞ നാളുകളുണ്ടായിരുന്നു ഇന്ത്യൻ ഹോക്കിയിൽ. 4 പതിറ്റാണ്ടിന്റെ അജ്ഞാതവാസക്കാലം. തിരിച്ചുവരവിന് ഗോൾമുഖത്ത് കോട്ട കെട്ടിയവൻ ശ്രീജേഷാണ്. വിജയികളുടെ സംഘമാക്കാൻ പാകപ്പെടുത്തിയവനും അവനാണ്. 41 വർഷത്തെ കാത്തിരിപ്പ് അവസാനിപ്പിച്ച് ടോക്കിയോയിൽ ഇന്ത്യ ഒളിമ്പിക് മെഡൽ നേടി. ആ കഥയിലെ നായകനായി ശ്രീജേഷ്. പാരീസിൽ തനിയാവർത്തനം കണ്ടു. നായകൻ ശ്രീ തന്നെ. സഹതാരങ്ങൾ മുഴുവൻ ശ്രീജേഷിന് നേർക്ക് ഹോക്കി സ്റ്റിക്ക് നീട്ടി. നീയാണ് സർവം, നീയാണ് വിജയി എന്ന് ഉച്ചത്തിൽ പറഞ്ഞു. രാജ്യം മുഴുവൻ അതേറ്റു പറഞ്ഞു. ശ്രീജേഷിനെയും തോളിലേറ്റി മൈതാനം വലം വെച്ചു. ഓർമ്മകൾ ഒരു വ്യാഴവട്ടം പിന്നിലേക്ക് പോയി. ലോകകപ്പ് വിജയത്തിന് ശേഷം സച്ചിനെ തോളിലേറ്റിയതുപോലെ സച്ചിനെ കണ്ട് കളത്തിൽ വന്നവൻ സച്ചിനെ പോലെ ആരാധകരെ സൃഷ്ടിച്ചു. ഇനിയൊരു ശൂന്യത ബാക്കിയാണ്. ഗോൾമുഖത്ത് മുഖശ്രീയായവന് പകരമാവില്ല ആരും. കളമൊഴിഞ്ഞ കാവലാളിന് 140 കോടി നന്ദി. ഒളിമ്പിക് ഡെസ്ക് റിപ്പോർട്ടർ.